ഈയിടെ അന്തരിച്ച കവി നാടകാചാര്യൻ കാവാലം നാരായണപ്പണിക്കർ പറയുമായിരുന്നു, സംഗീതം നിറങ്ങളാണെന്ന്. നിറങ്ങൾ പാടുമ്പോൾ ആ പാട്ടിൻ്റെ തുടിതാളമാണ് സംഗീതത്തിൻ്റെ ആത്മാവായി മാറുന്നതെന്ന്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഭാസ്കരൻ മാസ്റ്റർ കാറ്റിൻ്റെ സംഗീതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വയലാർ രാമവർമ്മ ആഴിയുടെ സംഗീതത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ONV രാവിൻ്റെ സംഗീതം മൂളി തന്നിട്ടുണ്ട്. അങ്ങനെ പ്രകൃതിയുടെ വിവിധ ഭാവാന്തരങ്ങളുടെ സഹസ്രങ്ങളെക്കുറിച്ച് സംഗീതവുമായി അനുപാതപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി ഉദാഹരണങ്ങളും ചൊൽമൊഴികളും നാം കേട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് സംഗീതത്തിൻ്റെ ഭാവമാകാം എന്ന് കണ്ടെത്തിയത് ആദി മനുഷ്യനായിരിക്കാം എന്ന അനുമാനമാണ് ഈ ചിന്താശകലങ്ങൾക്കെല്ലാം പ്രഭവസ്ഥാനമെന്ന് നാം തിരിച്ചറിയുന്നു. ആദിയിൽ നിന്നുകൊണ്ട് ആദിക്കും മുമ്പേ പിറന്നവനെ ആദിയിടത്ത് പിന്തുടർച്ചക്കാർ വന്ദിക്കുമ്പോൾ അവരുടെ ഹൃദയ തുടിതാളത്തിന് ഒരു വാഴ്വിൻ്റെ പ്രതിഭവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സ്വന മാധുര്യമാണുള്ളത്. ആ മാധുര്യമാണ് സംഗീതത്തിൻ്റെ, പ്രത്യേകിച്ചും ഭക്ത ശ്രേണിയിലുള്ള സംഗീതത്തിൻ്റെ പൊരുളും ഭാവവും അർത്ഥതലവും ഗരിമയും. സ്നേഹസ്വരൂപനാം നാഥനെ നോക്കി കൈകൂപ്പി, നീയല്ലാതെ ഈ പാരിൽ ഞങ്ങൾക്ക് ആരാണ് അഭയം എന്ന് കേഴുന്ന ഒരു മനസ്സിൻ്റെ ഹൃൽസ്പന്ദനങ്ങളാണ് സെലിൻ ജോസ് നമുക്ക് വേണ്ടി ഇവിടെ പാടുന്നത്. ഇത് പ്രിയം എന്ന സിനിമയ്ക്ക് വേണ്ടി S. രമേശൻ നായർ എന്ന കവി എഴുതിയ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് KS ചിത്ര മധുരമനോഹരമായി ആലപിച്ച ഗാനമാണ്. പാരിലെ എല്ലാ സൃഷ്ടജാലങ്ങൾക്കും ഉടയവനായവൻ, എല്ലാ പരമ്പൊരുളിൻ്റെയും മൂർത്തമായ പ്രഭവമായവൻ, അവൻ്റെ മുമ്പിൽ നീയല്ലാതെ ഞങ്ങൾക്ക് ആരാണ് അഭയം, ആരാണ് ആശ്രയം എന്ന് സ്വയം സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം ഏറ്റുപറയുന്ന വിശ്വാസി സമൂഹം, സൃഷ്ടസമൂഹം, അതെന്നും ആദ്യകാലം തൊട്ടേ, ഭാഷ കണ്ടെത്തപ്പെടുന്ന ആ നാൾ തൊട്ടേ മനുഷ്യവികാരങ്ങളുടെ അടിസ്ഥാനധാരയായി എന്നും കാലങ്ങൾ ഹൃദയത്തിലേറ്റിപ്പോന്ന ഒരു ഭാവധാരയാണ്. കവിയായി ഖ്യാതി നേടിയ ശേഷം ഗാനരചനാ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിയാണ് എൻ്റെ സുഹൃത്തായ S. രമേശൻ നായർ. ഭക്തിരസപ്രധാനങ്ങളായ കവിതകളും ഗാനങ്ങളും എഴുതുന്നതിൽ അദ്ദേഹം പ്രത്യേക വൈഭവം എന്നും കാണിച്ചു പോന്നിട്ടുണ്ട്. തമിഴ് ഭാഷയിൽ അദ്ദേഹത്തിനുള്ള പരിജ്ഞാനം സുവിദിതമാണ്. തമിഴിലെ വിഖ്യാതങ്ങളായ ഇതിഹാസ രചനകൾക്ക് മലയാള ഭാഷ്യം നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള നിസ്തുലമായ ഭാഷാ സംഭാവനകൾ കൂടി ഇക്കൂട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ക്രൈസ്തവ ഭക്തിധാരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹൈന്ദവ ഭക്തിധാരയിൽ താൻ കാണിച്ചു പോന്ന അതേ വിരുതും മികവും തന്നെ തൻ്റെ തൂലിക ഇവിടെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പുനർദാഢ്യത്തിന് പിൻബലമായ വരികളിലൂടെ പ്രവഹിക്കുന്നു എന്ന് അദ്ദേഹം ഈ ഗാനത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ബാല്യകൗമാരങ്ങൾ തൊട്ടേ സംഗീതത്തെ ഉപാസിച്ച് സംഗീതമാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു വഴിയിലേക്കും ഭ്രംശത്തിന് വഴങ്ങാതെ സംഗീതത്തെ തന്നെ അനുധ്യാനം ചെയ്തുകൊണ്ട് ജീവിതം കരുപ്പിടിപ്പിച്ച ഇരട്ടകളാണ്, സഹോദരന്മാരാണ് ബേണിയും ഇഗ്നേഷ്യസും. എൻ്റെ അയൽക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. അവർ സംഗീത രംഗത്ത് കടന്നു വന്ന ശേഷം ഒരുപാട് വിവാദങ്ങൾക്കിടയിലൂടെ ആണെങ്കിൽ പോലും തങ്ങളുടേതായ ഒരു സ്ഥാനം മലയാള ലളിത സംഗീത ശാഖയിൽ നേടിക്കഴിഞ്ഞവരാണ്. ഈ ത്രയത്തിൻ്റെ കൂട്ടായ്മയുടെ സൃഷ്ടിയാണ് ഈ ഗാനം. ആ
ഇശൈ ചക്രവർത്തി എന്ന് തെന്നിന്ത്യ മുഴുവൻ വിശേഷിപ്പിച്ച മഹാസംഗീതകാരനായിരുന്നു MS വിശ്വനാഥൻ. മലയാളിയായ MS വിശ്വനാഥൻ തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം ലളിത സംഗീതത്തിന് ഏറ്റവും ഉയർന്ന പീഠത്തിൽ അവർക്ക് പ്രതിഷ്ഠിക്കാവുന്ന വിഗ്രഹ സമമായ ഒരു സ്ഥാനമാണ് അവർ തലമുറകളായി അദ്ദേഹത്തിന് നൽകി പോന്നിട്ടുള്ളത്. ആത്മസംഗീതത്തിൻ്റെ നീരറവിയായി തമിഴകത്തിൻ്റെ മാത്രമല്ല മലയാളത്തിൻ്റെയും ഗാന സംസ്കൃതിയെ സമ്പന്നമാക്കിയ MS വിശ്വനാഥൻ സംഗീതം പകർന്ന അതിമനോഹരവും അതിലളിതവുമായ ഒരു ഗാനമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ രാമവർമ്മയോടൊപ്പം ആരംഭിച്ച് ജൈത്രയാത്ര മലയാളത്തിൽ തുടരുന്നതിനിടയിൽ ശ്രീകുമാരൻ തമ്പിയുമായി ഇടചേർന്നതോടുകൂടി MS വിശ്വനാഥൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ മറ്റേതൊരു സംഗീത സംവിധായകനോടൊപ്പം തന്നെ സ്ഥാനം പിടിക്കുന്ന സംഗീത ചക്രവർത്തിയായി മാറി. ശ്രീകുമാരൻ തമ്പിയും MSVയും ചേർന്ന് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മനോഹരങ്ങളായ ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാനധാരയെ ഏറെ സമ്പന്നമാക്കിയവയാണ്. ശ്രീകുമാരൻ തമ്പി തന്നെ ഒരുക്കിയ ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ഗാനം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം. ആ ചിത്രത്തിലെ വളരെ ആകർഷകമായ ഒരു പ്രാർത്ഥനാ സന്ദർഭത്തോട് ചേർന്നാണ് ഈ ഗാനം കടന്നു വരുന്നത്. ഒരു എൻജിനീയറായിരുന്നു ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ആഴ്ച അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാന രംഗത്തേക്ക് കടന്നു വന്നിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. നന്ദിയോടെ ആഹ്ലാദത്തോടെ നമുക്ക് ജ്യേഷ്ഠസ്ഥാനീയനായ ആ കാവ്യ സംഗീതകാരനെ പ്രണമിക്കാം, അദ്ദേഹത്തിന് അഭിവാദനങ്ങൾ അർപ്പിക്കാം. ശ്രീകുമാരൻ തമ്പി എഞ്ചിനീയർ ആയിരുന്നുവെന്ന് മുമ്പേ സൂചിപ്പിച്ചു. അതിൻ്റെ ഗണിത കൃത്യത അദ്ദേഹത്തിൻ്റെ വരികളിലുണ്ടാവും. താളം അതിന്മേൽ നിവേശിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും കണക്കിൽ ശിഷ്ടം ബാക്കി വരാറില്ല. പക്ഷേ ആ കൃത്യതയെ എടുത്ത് തൻ്റെ കൃത്യതയോട് അനുവാദപ്പെടുത്തിക്കൊണ്ട് അരികുകളിൽ തനിക്ക് മാത്രം പകർന്നു നൽകാൻ കഴിയുന്ന ഭാവഗരിമയുടെ ശീൽക്കാര ഭംഗി കൂടി ഇടചേർത്തുകൊണ്ടാണ് MS വിശ്വനാഥൻ ശ്രീകുമാരൻ തമ്പിയുടെ വരികളെ തമ്പിയെപ്പോലും അതിശയിപ്പിക്കുമാറ് സംഗീതത്തിൻ്റെ ചിറകുകൾ കൊണ്ട് വിടർത്തി വിന്യസിപ്പിച്ച് തന്നിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വയലാറിൻ്റെ വരികൾ, P ഭാസ്കറിൻ്റെ വരികൾ MSV സംഗീതം പകർന്ന് നാം റെക്കോർഡഡ് സോങ്ങായി കേൾക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് സങ്കല്പിക്കാം ഹാർമോണിയപ്പെട്ടിയുടെ മുമ്പിലിരുന്ന് നെറ്റി നിറയെ ഭസ്മക്കുറിയും ഷർട്ടിൻ്റെ കോളറിൻ്റെ പുറകിൽ ഒരു കൈലേസും കൈ നിറയെ വജ്രമോതിരങ്ങളുമായി ശ്രുതിക്കട്ടകളുടെ മേൽ ഒരു നിമിഷം മുകളിലേക്കൊന്ന് നോക്കി ധ്യാനനിരതനായി ആകാശങ്ങളിലേക്ക് ഒരു കൈ ഉയർത്തിക്കൊണ്ട് എവിടെ നിന്നോ മന്ന പോലെ തനിക്ക് പതിച്ചു കിട്ടുന്ന വർഷിച്ചു കിട്ടുന്ന സംഗീതത്തിൻ്റെ അമൂല്യ ഖനികളെ ആത്മാവിലേറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി മധുര സംഗീതത്തിൻ്റെ ഒരിക്കലും അസ്തമിക്കാത്ത ഭാവപ്രകാശങ്ങളെ ചൊരമാന്തി പ്രകാശിപ്പിച്ച് തരുന്ന, പകുത്തു തരുന്ന MSVയുടെ ആ ചൈതന്യപൂർണമായ സാന്നിധ്യം, ആ സാന്നിധ്യത്തിന് ശബ്ദഗരിമ കൊണ്ട് ജീവൻ പകരുന്നത് സംഗീതകാരൻ്റെ ആത്മാവും കവിയുടെ ആത്മാവിലെ സ്പന്ദനത്തിൻ്റെ തുടിതാളവും തിരിച്ചറിഞ്ഞ അവരുടെ മലയാളിയുടെ കാലത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ കൂടിയാകുമ്പോൾ, യേശുദാസ് ആകുമ്പോൾ ആ ഗാനം മധുരോദരമാകാതിരിക്കുന്നത് എങ്ങനെ? കേൾക്കുമ്പോൾ ഗാന പ്രകൃതത്തിൽ ഒരൾത്താര ഗാനത്തിൻ്റെ വിശുദ്ധി നാം അനുഭവിച്ചറിയുന്നു. ഒപ്പം ഒരു ലളിതഗാനത്തിൻ്റെ ചാരുത, അതോടൊപ്പം തന്നെ എവിടെ നിന്നോ നമ്മുടെ ആത്മാവിലേക്ക് ഉൾവേശിച്ചുകൊണ്ട് നമ്മുടെ തന്നെ വീർപ്പിൻ്റെ ഭാഗമായി നമ്മുടെ ആത്മാവിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമർപ്പണത്തിൻ്റെ സ്വര വിന്യാസമായി ആ ഗാനത്തിന് മറ്റൊരു ഭാവം കൂടി പകുത്ത് കിട്ടുന്നു. ഇത്തരത്തിൽ ഗാനങ്ങൾ ഒരുക്കുന്നതിൽ MS വിശ്വനാഥനുള്ള വിരുത് കാലം പ്രണാമപൂർവം അംഗീകരിച്ചിട്ടുള്ളതാണ്. ചരണവും പല്ലവിയും തമ്മിലുള്ള ഒരു അന്യോന്യത്തിൽ അവയ്ക്കിടയിലുള്ള ഉപകരണ സംഗീതത്തിൻ്റെ വിടവുകളെ അതിനോട് ലയിപ്പിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം പകർന്നു തരുന്ന ഭാവഗരിമയ്ക്ക് ഈ ഗാനവും അതിന് ഒത്തവിധം വരികൾ കൊണ്ട് അദ്ദേഹത്തിന് അനുബന്ധമായി ഉൾച്ചേർന്ന ശ്രീകുമാരൻ തമ്പിയുടെ രചനാ വൈഭവത്തിനും ഈ ഗാനം ഒരു ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ഒന്നായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഭക്തിഗാന ശാഖയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായും ഇത് മാറിയിരിക്കുന്നു.
സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക അന്വേഷിച്ച കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വെന്ന കർമ്മകാണ്ഡമേ അന്വേഷിച്ച കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വെന്ന കർമ്മകാണ്ഡമേ നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക ഗദ്യം നാം ഉരുവിടുകയാണ്, കവിത നാം ചൊല്ലുകയാണ്, ഗാനമോ നാം മനസ്സുകൊണ്ട് മൂളുകയാണ്. ഇവ മൂന്നും വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരേ
ശ്രുതിയിലും ഒരേ ശ്രേണിയിലുമാണ് ഉൾവേശിപ്പിക്കുന്നതെങ്കിലും മനസ്സിൽ അത് ലിഖിതമാകുന്നത്, മനസ്സ് അത് ചേർത്ത് വായിക്കുന്നത് 3 താളത്തുടിയിലാണ്. ഇത് പുറത്ത് പ്രകാശിപ്പിക്കുമ്പോഴും അതെ, ഈ ഭാവവൈവിധ്യം ശ്രദ്ധേയമാണ്. പക്ഷേ ആരംഭിക്കുന്നത് ഒരിടത്തു നിന്നായിരുന്നുകൊണ്ട് ഒരു പൊരുളിൻ്റെ ഒരു അക്ഷര ചാർത്തിൽ നിന്ന് ആരംഭിച്ച് അതിൽ നിവേശിക്കുന്ന സംഗീതത്തിൻ്റെ ആദ്യ ബിന്ദുവിൽ നിന്ന് ചിറകുകൾ ആർജിച്ച് അത് പറന്നുയർന്ന് 3 ധാരകളിലൂടെ സഞ്ചരിക്കുമ്പോഴും വന്നെത്തുന്നത് ഒരേ പ്രതിഷ്ഠയുടെ മുമ്പിൽ അർച്ചനാസമമായിട്ടാണ്. എല്ലാ പാട്ടുകളും നമുക്ക് പറഞ്ഞു തരുന്നു, ഇത് ഹൃദയവീർപ്പിൻ്റെ ഗൽഗതമാണ്, ഹൃദയവീർപ്പിൻ്റെ സമർപ്പണത്തിൻ്റെ ജപമാത്രയാണ്. എല്ലാ ഗാനങ്ങളും അതെ പ്രപഞ്ച സൃഷ്ടിയുടെ മുമ്പിലുള്ള നമ്മുടെ പ്രണാമമാണ്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്ക്